ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം എടുത്തുകൊള്ളണം, അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചാലും മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കണം, കർത്താവിൻ്റെ കാഹളം കേട്ടാൽ എടുക്കപ്പെടണം, ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. സ്തോത്രം. പലപ്പോഴും അതിന് തക്കവണ്ണം ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, സ്വർഗത്തിലെത്തണം. പക്ഷേ അതിന് ദൈവവചനം നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ, നമ്മെ എടുത്തുകൊള്ളുന്ന കർത്താവിൻ്റെ കൂടെ ഇവിടെയുള്ള നമ്മുടെ ആയുസ് നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണെന്നുള്ളത് ആവർത്തിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വേർപെട്ട ഒരു കൂട്ടത്തിലോട്ട് വന്നു. ഒന്നുകൂടെ പറയുന്നു, വേർപെട്ട കൂട്ടത്തിലോട്ട് വന്നു. ഒരു കണക്കിന് പലരും നമുക്ക് ഈ വിഷയത്തിൽ എതിരാണ്. നമ്മളിങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ ഒറ്റപ്പെട്ടൊരു കൂട്ടമാണ്. അതായിക്കോട്ടെ, ഞാൻ അവിടെയും ഒരു ദൂത് നിങ്ങളോട് പറയാം. നമ്മൾ വേർപെട്ട കൂട്ടമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് മാറി നിൽക്കുമ്പോൾ, ദൈവമക്കളെ, നിങ്ങൾ ആകാത്ത, അനുവദിക്കാത്ത ഒരു വഴിയിലും ഒരു പ്രവൃത്തിയിലും ഒരു കൂട്ടത്തിലും ബന്ധപ്പെടരുത്. മനസ്സിലായോ? സ്തോത്രം. വേർപെട്ട കൂട്ടമായി നിന്നുകൊണ്ട്, തനിച്ചു പാർക്കുന്ന ജനമായി നിന്നുകൊണ്ട്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ നിന്നാലേ നമുക്ക് ഒടുവിലെത്തേണ്ടടുത്തെത്താൻ പറ്റൂ. ഇവിടെ നമുക്ക് ചിലർ പറയുമ്പോൾ എല്ലാവരെയും പ്രസാദിപ്പിക്കണം. അടുത്തിടെ നമുക്ക് ഒരു ഉത്സവമൊക്കെ ഇവിടെ നടന്നല്ലോ. അതിലൊക്കെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പങ്കാളിത്തവും വിശ്വാസികളും വഹിച്ചാൽ, ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, നമ്മൾ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒടുക്കം അതവരവർ ചിന്തിക്കണം. അതിനാണ് യേശു പറഞ്ഞത്, അതിനെ കണ്ടവൻ ഇതിനെല്ലാം കളയും. ആ കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് കയറണം. ആ ദർശനം നമ്മുടെ അകത്ത് കയറണം. സ്നേഹത്തോടെ ദൈവസഭയെ ഓർപ്പിക്കുന്നു, ഇവിടെ 10 ദിവസം ജീവിച്ചാലും 100 വർഷം ജീവിച്ചാലും ഇവിടുത്തെ മഹത്വമൊന്നും നമ്മുടെ മഹത്വം അല്ല. ദൈവമക്കളെ, നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയാൽ നമ്മൾ ജയിച്ചു. മനസ്സിലായവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർ നമ്മെ വെറുത്താലും എതിർത്താലും നമുക്ക് യേശുവിനോട് ചേർന്ന് നടക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ലോകത്തോട്, ലോകജാതികളോട്, ദൈവജനത്തിന് അനുവദീയമല്ലാത്ത ഒന്നിനോടും ആരോടും ചേർന്ന് നടക്കാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ആലോചന തരികയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ ദൈവത്തിന്റെ വചനം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിങ്ങൾ അടുത്ത് ചെല്ലുവിൻ. എന്തിന്? ചേർന്ന് നടക്കാൻ. അകന്ന് നിന്നാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പത്രോസ് അകലം വിട്ട് പിൻചെന്നു. പക്ഷെ എങ്കിലും ആ പത്രോസിൻ്റെ മനസ്സിന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞ് നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പത്രോസ് അകന്നു, ശരിയാണ്, തള്ളിപ്പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഗുരുവിൻ്റെ ഒറ്റ നോട്ടം, ഗുരുവിൻ്റെ ഒറ്റ നോട്ടം അവനെ അടിമുടി മാറ്റി. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒറ്റ നോട്ടം കൊണ്ട് അവൻ്റെ കുറ്റം അവന് ബോധ്യപ്പെട്ടു.
സമ്മതിച്ചു, അനുദപിച്ചു. തള്ളിപ്പറഞ്ഞത് സത്യമാണ്, പക്ഷേ പൊട്ടിക്കരഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞു. പരസ്യമായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കാണില്ല, പക്ഷേ ജീവിതം കൊണ്ട് നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കുറ്റം മനസ്സിലാക്കി, ആ അപാകത മനസ്സിലാക്കി അതൊന്നേറ്റെടുത്ത് പൊട്ടിക്കരയുവാൻ നിങ്ങളിൽ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? നമ്മൾ എന്ത് ചെയ്താലും അതിനെല്ലാം ന്യായീകരണമുണ്ട്. ദൈവമക്കളെ, സ്നേഹത്തോടെ പറയട്ടെ, ന്യായീകരണമല്ല നമുക്ക് വലുത്, നീതീകരണമാണ് വലുത്. ന്യായീകരണമല്ല നമുക്ക് വലുത്, നീതീകരണമാണ്. അതുകൊണ്ട് ഇവിടെ ആരും അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരും തള്ളിയാലും കർത്താവ് നമ്മളെ തള്ളരുത്, ഒടുവിൽ തള്ളപ്പെട്ടു പോകരുത്. സ്തോത്രം. അടുത്തു വരുവിൻ. കർത്താവ് നമുക്കടുത്തു വരുവാൻ പറ്റുന്ന മാക്സിമം സ്ഥലത്ത് നിൽപ്പുണ്ട്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. കർത്താവ് നമുക്കടുത്ത് വരുവാൻ മാക്സിമം സ്ഥലത്ത് നിൽപ്പുണ്ട്. ഇനി കുറെ കൂടെ കർത്താവ് അടുക്കണമെങ്കിൽ നിങ്ങളും കുറച്ച് ഇങ്ങോട്ട് അടുക്കണം. ചിലരൊക്കെ പറയുന്ന, കർത്താവേ എനിക്കിവിടെ നിൽക്കാൻ പറ്റും, ബാക്കിയെല്ലാം നീ അങ്ങ് അടുത്ത് വന്നാട്ട്, പിന്നെ നീ അവിടെ നിന്നോ, കർത്താവ് അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വരാൻ പറ്റുന്ന മാക്സിമം സ്ഥലത്ത് ഇനി നിങ്ങൾ മനസ്സ് വച്ചാൽ നിങ്ങൾക്ക് ബാക്കി പൂരിപ്പിക്കാൻ പറ്റിയ സ്ഥലത്ത് കർത്താവ് നിൽപ്പുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഇനി ബാക്കി നീ മനസ്സ് വച്ചാൽ മതി കർത്താവ് നിനക്കുമായിട്ട് അടുത്ത് വരാൻ. ദൈവത്തോട് അടുത്ത് വരുവിൻ. എന്താണ് നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്? ബൈബിൾ പറയുന്നു, യെശയ്യാവിൻ്റെ പ്രവചനം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമ്മുടെ രക്ഷകന്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവജനത്തിന്റെ പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുവാൻ ദൈവത്തിന്റെ ചെവിക്ക് മന്ദതേ ഇല്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി വെച്ചിരിക്കുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അകൃത്യമാണ്. ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല. ദൈവ മക്കളുടെ പാപം 3 ആണ്. 1 അകൃത്യം, 2 ലംഘനം, 3 അതിക്രമം. മറക്കരുതേ. സ്തോത്രം. ദൈവമക്കളുടെ പാപം ഇതാണ്. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യം തെറ്റിക്കുന്നതാണ്. 119-ാം സങ്കീർത്തനം 4-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. 119-ന്റെ 4-ാമത്തെ തിരുവെഴുത്ത്. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് ദൈവം തന്നിരിക്കുന്ന ഈ പ്രമാണത്തെ ഒട്ടും മസാലയിടാതെ, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വചനത്തെ അതേപടി കൃത്യമായി ആചരിക്കുവാൻ നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവം നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നു. ഇന്ന് പലരും നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി, എല്ലാവരും നോക്കിക്കേ, നമ്മുടെ ജീവിത സുഖത്തിനും സൗകര്യത്തിനും നമ്മുടെ വഴികളുടെ ന്യായീകരണത്തിനും വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. മനസ്സിലാകുന്നു പറഞ്ഞത്? നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തുപോകുവാൻ വചനത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപകടമാണ്. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വചനത്തെ അല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യണം. വചനത്തെ വളയ്ക്കുവാനും ഒടിക്കുവാനും തിരിക്കുവാനും നമ്മുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കാനും പോകരുത് ദൈവസഭയെ. അപകടമാണ്. പിന്നെയോ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇങ്ങോട്ടൊക്കെ
വളച്ച് ഒടിച്ച് നുറുക്കി ആ മോടിനകത്ത് വീഴത്തക്കവണ്ണം നമ്മളെ മെരുക്കി ഇട്ട് കൊടുക്കണം. മനസ്സിലായവർക്കൊരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. ആകയാൽ ദൈവത്തോട് അടുത്തു വരുവേൻ, ദൈവത്തോട് അടുത്തു വരുവേൻ. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, ചെയ്തുകൂടാത്തത് ചെയ്യാതിരിക്കുക. അപ്പോൾ കാര്യം കൃത്യമാകും. ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക, ചെയ്തുകൂടാത്തത് ചെയ്യാതിരിക്കുക. അപ്പോൾ കാര്യം കൃത്യമാകും. കൃത്യം തെറ്റുമ്പോൾ അകൃത്യമാണ്. കർത്താവ് പറഞ്ഞു, നമുക്ക് ദൈവം നാവിനെ തന്നിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനും പറയാനും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുവാനുമാണ്. അതല്ലാതെ ഈ നാവ് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. ഓർത്തോണം, അത് ദൈവവചനവുമായി തുലനം ചെയ്യുമ്പോൾ ശരിയാകുന്നില്ലെങ്കിൽ അത് അകൃത്യമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അകൃത്യം വരുത്തി വെക്കുന്നത് ഏതവയവമാണ്? നാവ്. നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ഏറെക്കുറെ നീ രക്ഷപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. ആർക്കും അത്ര സന്തോഷമൊന്നും വരുന്നില്ല, എങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു, നാവിനെ നിയന്ത്രിക്കുന്നവൻ തൻ്റെ ജീവനെ ഒരളവിൽ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് പരാജയങ്ങൾ വരാതിരിക്കാൻ നാവിനെ നിയന്ത്രിക്കുക, കൃത്യമായി ചെയ്യുക. ഇനി എന്നെ നോക്കിക്കേ, ഭക്തൻ പറയുന്നു, ദൈവം പറയുന്നു എന്നോട് അടുത്ത് വരുവേൻ, അടുത്ത് വരുവേൻ. ഭക്തൻ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. 73-ാം സങ്കീർത്തനം 28-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 73:28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തിരിക്കണമെന്ന് വചനം പറയുമ്പോൾ, അത് ഉപദേശിമാരും വിളിച്ചു പറയുമ്പോൾ, ഇത് കേൾക്കുന്നവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നല്ലത്. എങ്ങനെയാണ് തീരുമാനം? ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന നമ്മിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അത് എടുത്തു മാറ്റി അടുത്ത് ചെല്ലാൻ പറയുമ്പോൾ കേൾക്കുന്നത് അത്ര സുഖമല്ല. പക്ഷെ ഈ ഒരു ചിന്ത ഭക്തൻ്റെ ചിന്ത നമുക്കുണ്ടാകട്ടെ. ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. ഹല്ലേലൂയ. ഈ ദൂതിനെ ഏറ്റെടുക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവം കൃപ പകരട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നാട്ടുകാർക്കല്ല, എനിക്ക് നല്ലത്, എനിക്ക് നല്ലത്. അവരവർക്ക് നല്ലതല്ലാത്തതൊന്നും ചെയ്യരുതേ. അവരവർക്ക് നല്ലത് മാത്രം ചെയ്യുക. ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. പാപത്തോട് അടുത്തിരിക്കുന്നത് നല്ലതല്ല. ലോകസ്നേഹത്തോട് അടുത്തിരിക്കുന്നത് നല്ലതല്ല. ദൈവത്തിന് ഹിതമല്ലാത്ത കൂട്ടുകെട്ടുകളോട് അടുത്തിരിക്കുന്നത് നല്ലതല്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളെ, നിങ്ങളുടെ വഴി, നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങളുടെ സഹകരണം, നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഞോണ്ടുന്നത്, നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതാണെങ്കിൽ ഈ പകൽക്കാലം മനസ്സോടെ അതിന് ഗുഡ് ബൈ പറയുക. ഞാൻ പറയുന്നത് കൊണ്ട് ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്കത് ചിലപ്പോൾ ഇന്ന് വൈകിട്ട് വരെ നിൽക്കും. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞതല്ലേ. പക്ഷേ അത് പോരാ. ഇതൊരു തീരുമാനമാണ്. ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷം വരത്തില്ല, നല്ലത് മാത്രമേ വരികയുള്ളൂ. ചിലപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കാൻ വേണ്ടി നമ്മുടെ പല ഇഷ്ടങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പല സുഹൃത്തുക്കളെ ലിമിറ്റ് വെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വരും. ചില സാഹചര്യങ്ങളോട് അതെനിക്ക് പറ്റിയതല്ല, നോ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരും. ചിലരൊക്കെ പറയുന്ന ആ
ലാഘവത്തിലും ആ വാക്കിലും ആ രീതിയിലും നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ലെന്ന് വരും. എന്തുകൊണ്ട്? എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കണം. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. വിശ്വസിക്കുന്നവർക്കൊരു ഹല്ലേലൂയ പറയാം. നല്ലത് ചെയ്യുക, നല്ലതല്ലാത്തതിനെ വിട്ടുകളയുക. ദൈവത്തോട് അടുത്ത് ചിലപ്പോൾ മൗനം പാലിക്കേണ്ടി വരുമായിരിക്കാം. മൗനം പാലിക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ പറയും, യവനാ കുറ്റക്കാരനാണ്, കണ്ടില്ലേ മിണ്ടാണ്ടിരിക്കുന്നത്. പറഞ്ഞോട്ടെ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. സ്തോത്രം. ഇനി ദൈവത്തോട് അടുത്തിരുന്നാൽ നമുക്ക് ഇവിടെ വല്ല നഷ്ടവും ഉണ്ടാകുമോ? ഇല്ല. 34-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ലോകത്തിലെ സിംഹങ്ങളല്ല ബാലസിംഹങ്ങൾ, വയസ്സൻ സിംഹമല്ല, കുട്ടി സിംഹമല്ല, യൗവനദശയിലുള്ള ശക്തമായ ശക്തിയുള്ള ആ സിംഹങ്ങൾ ആവശ്യങ്ങളുടെ മുഖത്ത് വിശന്നിരിക്കും. ഇര കിട്ടാതെ, ആവശ്യം നടക്കാതെ, കാര്യം നടക്കാതെ അവർ വിശന്നിരിക്കും. പക്ഷേ ദൈവത്തെ അന്വേഷിച്ചടുത്ത് എന്ന് ചേർന്ന് നടക്കുന്നവർക്ക് ഓരോ നന്മയും മുടക്കുകയില്ല. ഈ വചനം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവരുടെ കരം ഉയർത്തി പിടിച്ച് ഹല്ലേലൂയ പറയാം. നമ്മൾ കേൾക്കുകയല്ല, ഈ വചനത്തെ അങ്ങ് ഏറ്റെടുക്കുക. സ്തോത്രം. ദൈവത്തോട് അടുത്തിരിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നടക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകലാതെ ജീവിക്കുന്നത്, ഹല്ലേലൂയ, നഷ്ടമല്ല. ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തും. ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചൊരു ദൂത് പറയാം. ലോകം നിന്നെ എങ്ങനെ കണ്ടോട്ടെ, മറ്റുള്ളവർ നിന്നെ എങ്ങനെ വിധി എഴുതിക്കോട്ടെ, നീ മനസ്സോടെ കർത്താവിനോട് ചേർന്ന് നടക്കുമെങ്കിൽ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല പിതാവാണ് നിനക്കുള്ളത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ചിലപ്പോൾ നീ പറയാതെയും കൂടെ അറിയുന്ന ഒരു പിതാവുണ്ടെന്നുള്ളത് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ പറയാതെ തന്നെ എൻ്റെ ആവശ്യം അറിയുന്ന ഒരു അപ്പച്ചൻ എനിക്കുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുക, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറയില്ല. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ചേർത്ത് വായിക്കാം. സങ്കീർത്തനം 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. രണ്ട് കരവും പോക്കി ഒരു ഹല്ലേലൂയ പറയാം. ദൈവമക്കളെ, എളുപ്പ വഴിയിൽ കൂടെ കാര്യം സാധിക്കാനും, വളഞ്ഞ വഴികളിലൂടെ പോയി നേടാനും, ലോകം ചിന്തിക്കും പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനും ദൈവമക്കൾ മെനക്കെടരുത്. സ്തോത്രം. നേരോടെ നടക്കുക. കർത്താവിനോട് ചേർന്ന് നടക്കണമെങ്കിലും, വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ വിശ്വസ്തർക്കേ സാധിക്കുകയുള്ളൂ. നേരുള്ളവനോട് ചേർന്ന് നടക്കണമെങ്കിൽ നേരുള്ളവർക്കേ കഴിയുകയുള്ളൂ. വചനം പറയുന്നു, നീ നേരോടെ നടന്നാൽ, വിശ്വസ്തനായി ജീവിച്ചാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, നിന്റെ നന്മ ആരും മുടക്കാൻ ശ്രമിച്ചാലും അത് മുടങ്ങുകയില്ല. ഹല്ലേലൂയ. നിന്റെ നന്മ, നിന്റെ വിടുതൽ, നിന്റെ അനുഗ്രഹം, ദൈവം നിനക്ക് വച്ചിരിക്കുന്ന, നിനക്കുള്ളത് ആരും തട്ടിയെടുക്കുകയില്ല. ആരും വിചാരിച്ചാലും മുടക്കാനും പറ്റത്തില്ല. ദൈവം അനുവദിക്കുന്നതിനെ തടയുവാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. നേരോടെ നടക്കുക. നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ കർത്താവിന് ഇഷ്ടമാണ്. അപ്പോൾ തന്നെ ജീവിതത്തിൽ നേരില്ലെങ്കിൽ ക്ഷമിക്കണം, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കർത്താവിന് കഴിയത്തില്ല. ഈ വിലപ്പെട്ട വാഗ്ദത്തം നമുക്ക് അവകാശപ്പെടണമെങ്കിൽ
നമ്മളതിന് അർഹതയുള്ളവരായിരിക്കണം. അർഹതയില്ലാതെ ജീവിച്ചിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് തന്നേക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നീതിമാനാണ്. ദൈവം പറയുന്നു, നീ എന്നോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിച്ചാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ, ചെയ്ത് കൂടാത്തതിനെ എല്ലാം ഒഴിവാക്കിയാൽ, ചേർന്ന് നടന്നാൽ നിൻ്റെ ഒരു നന്മയും നിനക്ക് മുടക്കുകയില്ല. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചാണ്, കർത്താവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾ, ദൈവിക കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ഒരു 3 ദിവസം കർത്താവിനോടങ്ങ് ചേർന്നിരിക്കുകയാണ്. 2 വാക്യം വേഗം വായിക്കാം. 1 മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വചനം. മറ്റൊന്ന് മാർക്കോസ് 8:2. വേഗം വായിച്ചു. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, യെസ്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. ഈ പുരുഷാരം, വലിയ പുരുഷാരം, വലിയ പുരുഷാരം, വലിയ ജനക്കൂട്ടം എൻ്റെ കൂടെ പാർക്കണം. എല്ലാവരും ഒന്ന് ഓർത്തെ, എന്നോട് കൂടെ ഇരിക്കുകയാണ്, എന്നോട് ചേർന്നിരിക്കുകയാണ്, എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. എല്ലാം വിട്ടേച്ച്, വീട് വിട്ടേച്ച്, വീട്ടിൻ്റെ ആവശ്യങ്ങൾ വിട്ടേച്ച്, എല്ലാം 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 ഒഴിവാക്കിയിട്ട് എന്നോട് മാത്രം ചേർന്നിരിക്കുകയാണ്. 3 ദിവസം. നമുക്ക് 3 മണിക്കൂറെങ്കിലും ഇരിക്കാൻ പറ്റുമോ? 3 മണിക്കൂർ ഇവിടെ ഇരുന്നാലും 100 കാര്യങ്ങളാണ്. പിന്നെ മൊബൈലും കൂടെ ഉള്ളതുകൊണ്ട് ഒരു നിവർത്തിയില്ല നമുക്ക്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാം വിട്ടേച്ച് 3 ദിവസം കർത്താവിൻ്റെ മുമ്പിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ ചിലർ പറയും പോലെ ഇങ്ങനെ കൊട്ടിയും പാടി ഇരുന്നാൽ മതി, എല്ലാം നടക്കും. നിൻ്റെ ഇരിപ്പ് ശരിയാണെങ്കിൽ, നിൻ്റെ ചേർന്നിരിപ്പ് ശരിയാണെങ്കിൽ അതെൻ്റെ അപ്പച്ചനറിയാം. നിൻ്റെ ആവശ്യം എന്തെന്ന് നീ വിചാരപ്പെടാതെ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ഉടയവനാണ് നിന്റെ അപ്പൻ. വായിച്ചോ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. എല്ലാവരും കേട്ടോ? ആരും പോയി പറഞ്ഞില്ല. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ, കർത്താവേ വീട്ടിലും ഒന്നുമില്ല, പിള്ളേരും വയസ്സായവരും എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇനി അവിടെ ചെന്ന് വല്ലതും അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് കഞ്ഞിയും കറിയും വെച്ച് കഴിക്കണമെങ്കിൽ എത്ര സമയം, ഇതെപ്പോഴും തീരും, അതെപ്പോഴും നടക്കും. ഈ ചിന്തയോടെ ഇവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. അവിടെ വിട്ടു, ലോകം വിട്ടു, ലോകത്തിൻ്റെ വിഷയങ്ങൾ വിട്ടു. സ്തോത്രം, കർത്താവിൻ്റെ ശരീരം മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ, ആകുലപ്പെടാതെ എന്നോട് ചേർന്നിരുന്ന് ആത്മീയ കാര്യം മാത്രം ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന, അതിനോട് ഇഴുകിച്ചേരുന്ന, ചേർന്ന് നടക്കുന്ന ഈ എൻ്റെ ജനത്തെക്കുറിച്ച്, അവരുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ ദൂതനെ ഏറ്റെടുക്കും? ഹല്ലേലൂയ. നിന്റെ ആത്മീയ കാര്യങ്ങൾ നേരെയാക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിന്നിലൂടെ സാധ്യമാകുവാൻ, ദൈവം ആഗ്രഹിക്കും പോലെ നീ ആത്മീയനായി കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, ചേർന്ന് നടക്കുവാൻ നീ തീരുമാനിക്കുമ്പോൾ, നിന്റെ ആവശ്യങ്ങൾ നീ പറയാതെ അതിനു വേണ്ടി അലിവ് തോന്നുന്ന, മനസ്സലിയുന്ന ഒരു ഉടയവൻ നിനക്കുണ്ട്. സ്തോത്രം. ദൈവസന്നിധിയിലിരിക്കുന്നത് നഷ്ടമല്ല, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നഷ്ടമല്ല, അകത്തെ മനുഷ്യനെ ശക്തനാക്കുന്നത് നഷ്ടമല്ല. യേശു ആഗ്രഹിക്കുമ്പോൾ നീ ചേർന്നിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നിന്റെ വിഷയത്തെ നീ പറയാതെ അതിൻ്റെ സമയത്ത് കൃത്യമായി നടത്തി തരുവാൻ, സ്തോത്രം, നിനക്ക് വേണ്ടി അലിവ് തോന്നുന്ന, മനസ്സലിയുന്ന ഒരു ഉടയവൻ നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം എന്ത് സിമ്പിളായിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ ഒരു പാക്കറ്റ് വല്ലതും കൊടുത്തതായാലും, സ്തോത്രം, അത് ചുമക്കണം, പിന്നെ അല്ലെങ്കിൽ കഴിക്കണം, പിന്നെ കൈ കഴുകണം, ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയാണ്. സഹോദരൻ, ഒരു 10,000-20,000 ആളെങ്കിലും കാണും മിനിമം. എന്നെ നോക്കിയെല്ലാവരും
കർത്താവ് ചെയ്യുന്നത് വചനത്തിലൊരു വാക്യമുണ്ട്, അവനെല്ലാം ബാക്കി നന്നായി ചെയ്തു. നമ്മൾ എത്ര നന്നായി ചെയ്യാൻ നോക്കിയാലും കുറച്ചൊക്കെ നന്നല്ലാത്തത് കൂടെ കാണും. സ്തോത്രം. എൻ്റെ അപ്പച്ചൻ ചെയ്തതെല്ലാം നന്നായി ചെയ്തു. ഇന്നത്തെ കാലത്ത് ഒരു 10-20,000 പേർക്ക് ചാപ്പാട് കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ ഭാവനയെ പറയാണ്, അവിടെ എഴുതിയിട്ടില്ല. ഇത്രയും പേർക്കുള്ള ആഹാരം ഒന്നിച്ചങ്ങോട്ട് കൂട്ടി വച്ചാൽ എത്ര വരും? ഒരു 2-3 വയ്ക്കപ്പന്തലിൻ്റെ വീതം വരും. പിന്നെ അവിടെ നിന്ന് വെട്ടിക്കോരാൻ ആൾ വേണം, ചുമന്നുകൊണ്ട് വഴിയിൽ കൊടുക്കാൻ ആൾ വേണം, അവിടെ നിന്ന് പിന്നെ വീതിച്ചു കൊടുക്കാൻ ആൾ വേണം, പിന്നെ രണ്ടാമത് കൊടുക്കാൻ ആൾ വേണം, മതിയോ എന്ന് ചോദിക്കാൻ ആൾ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞത് എൻ്റെ ഭാവനയിലാണ്. കർത്താവ് ഇത്രയും വെച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി, സ്തോത്രം, അതിനെ വാഴ്ത്തി, അതിനെ അനുഗ്രഹിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, 12 വട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വട്ടി. അപ്പോൾ കണ്ടു നിന്നവരും ശിഷ്യന്മാരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്തോ പരിപാടി, ഒന്നും കാണുന്നില്ല. സൂപ്രണ്ടാകാൻ വേണ്ടി പലരും അവിടെ നിൽക്കുകയാണ്. അവരെല്ലാം നിരാശപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ നോക്കേ, കർത്താവിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു നോക്കി. ഓരോ വട്ടിയിലും ശകലം വീതം ഇട്ട് കൊടുത്തു, ശകലം വീതം ഇട്ട് കൊടുത്തു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കൊണ്ടുപോയവന്മാരുടെ മാനസികാവസ്ഥയൊന്ന് ഊഹിക്കണേ. ഇതിനകത്തിരിക്കുന്ന ആകൂടെ ഉള്ളേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും പറഞ്ഞത് ഗുരുവായതുകൊണ്ട് ഇവർ അനുസരിച്ചു. എന്നെ നോക്ക്, ആദ്യത്തെ എൻ്റെ ആളുടെ അടുത്ത് പോയി നമ്മൾ ഈ അപ്പം കൊടുക്കുന്ന പോലെ ശകലം എടുത്ത് വെച്ചു. അത്രയേ ഉള്ളൂ. അത് വെച്ചു കൊടുത്തു. അത് കുറച്ചേ ഉള്ളൂ. അതങ്ങോട്ട് തിന്നപ്പോൾ അകത്ത് ചെന്ന് തൃപ്തിയാകത്തക്കവണ്ണം അങ്ങ് പെരുകി. സ്തോത്രം. അപ്പോൾ ഇവിടുന്ന് എടുത്തല്ലേ കൊടുത്തത്. അടുത്ത ആളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അടുത്തത് വന്നു, അതും എടുത്തു കൊടുത്തു. വിളമ്പാനും സുഖം, തിന്നാനും സുഖം, നിറയാനും സുഖം. സ്തോത്രം. അവനെല്ലാം നന്നായി ചെയ്തു. പിന്നെ ശിഷ്യന്മാർക്ക് കണ്ടപ്പോഴേ ഇച്ചിരി അവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇനി ബാക്കിയുള്ളതൊന്നും നഷ്ടമായി, ശരിക്ക് പണിയായി. അതുവരെ വട്ടിക്കകത്ത് കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതങ്ങ് നിറഞ്ഞു. നിറച്ചെടുത്തെന്നല്ലേ വായിക്കുന്നത്. ഇവർക്ക് ചുമക്കാനുള്ള ഭാരമായി മാറി. കൊടുത്തപ്പോൾ ഭാരമില്ലായിരുന്നു, കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭാരമായി. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. അവൻ ഏറ്റവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്യുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ, നീ കരയുന്ന വിഷയത്തിന് വേണ്ടി നല്ലത് ചെയ്യുവാൻ, ഏറ്റവും നല്ലത് ചെയ്യുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്.